Hello everyone. നമ്മുടെ പ്ലസ് വണ്ണില് എല്ലാ കുട്ടികളും പറയാറുണ്ട് സാറേ ഈ ചാപ്റ്റർ മാത്രം എത്ര പഠിച്ചിട്ട് അങ്ങോട്ട് തലയ്ക്കകത്ത് കയറുന്നില്ല, ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതെ, നമ്മുടെ ബയോമോളിക്യൂൾസിനെ കുറിച്ച് ഇങ്ങനെ അപഖ്യാതി ഇങ്ങനെ പ്രചരിക്കാറുണ്ട് അല്ലെ. സോ ആ ബയോമോളിക്യൂൾ, അതായത് പഠിക്കുമ്പോൾ നമുക്ക് കെമിസ്ട്രി ആണോ അതോ ബയോളജി ആണോ എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. യെസ്, അതാണ് ബയോമോളിക്യൂൾസ്. സോ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതും എക്സാമിന് ചോദിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഏരിയകളും കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഓൺ ഷോർട്ട് റിവിഷൻ ആണ് ബയോമോളിക്യൂൾസിന്റെ. സോ എല്ലാവരും റെഡി ആയിരുന്നോളൂ, പഠിക്കാൻ സെറ്റ് ആയിരുന്നോളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് ബയോമോളിക്യൂൾസ് നമ്മൾ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് ആസിഡ് ടെസ്റ്റ് എന്ന് പറയും. സിമ്പിൾ പരിപാടിയാണ്. നിങ്ങളുടെ ഈ പിസ്റ്റലും മോട്ടർ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും നമ്മൾ മെഡിമിക്സിനകത്ത് പരസ്യത്തിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പിസ്റ്റലും മോട്ടറും. സോ ദിസ് ഈസ് ദ പിസ്റ്റൽ ആൻഡ് ദിസ് ഈസ് ദ മോട്ടർ. അപ്പൊ ഈ പിസ്റ്റലും മോട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഏതെങ്കിലും ഒരു ലിവിങ് ടിഷ്യൂ, അല്ല ഇലയോ അല്ലെങ്കിൽ അതിന്റെ തണ്ടോ എന്തെങ്കിലും എടുത്തിട്ട് അരച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആക്കണം. അപ്പൊ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണ്ടേ ഇങ്ങനെ ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട്? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏതാണ് ആസിഡ്? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. മറക്കണ്ട, ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. സോ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കി മാറ്റി. അതിനുശേഷം നമ്മളൊരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് കുറെ സാധനങ്ങൾ എന്ത് ചെയ്യും? താഴേക്ക് പോകും. അതായത് ഈ ആസിഡിൽ അലിഞ്ഞതെല്ലാം താഴേക്ക് പോകും. എന്നാൽ ആസിഡിൽ അലിയാതെ നമ്മൾ കൊത്ത് ചണ്ടി എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതെല്ലാം ഇങ്ങനെ മുകളിൽ കിടക്കും. അപ്പൊ ഈ അലിഞ്ഞവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസിഡ് സൊല്യൂബിൾ പൂൾ എന്നും, അലിയാത്തവരെ നമ്മൾ മുകളിൽ കിടക്കുന്നവരെ നമ്മൾ അതിന്റെ ഫിൽട്രേറ്റ് എന്നോ അല്ലെങ്കിൽ റിട്ടൻറ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കും. സോ ഫിൽട്രേറ്റ് താഴെ കിടക്കും, റിട്ടൻറ്റേറ്റ് മുകളിൽ കിടക്കും. ഈ റിട്ടൈൻ ചെയ്ത് മുകളിൽ കിടക്കുന്ന റിട്ടൻറ്റേറ്റ് എന്ന് പറയുന്നത് ആസിഡ് അലിയാത്ത, ആസിഡ് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാർ, അവരിലാണ് നമ്മുടെ ബയോമോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീൻസും പോളിസാക്കറൈഡ്സും ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡ്സും ഒക്കെ കാണപ്പെടുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് പ്രോട്ടീൻസും പോളിസാക്കറൈഡ്സും ന്യൂക്ലിക് ആസിഡ്സും ഒക്കെ വലിയ സൈസ് ഉള്ളവരാ. അതുകൊണ്ട് അതായത് അവരുടെ സൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10,000 ഡാൾട്ടൺ ഒക്കെയാണ് അവരുടെ സൈസ് എന്ന് പറയുന്നത്. സോ ദേ ആർ വെരി ബിഗ്. സോ അവരെ നമ്മൾ മാക്രോ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ലിപ്പിഡിന്റെ സൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 800 ഡാൾട്ടൺ 900 ഡാൾട്ടൺ അത്രയൊക്കെ സൈസ് ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ബയോമോളിക്യൂൾ എന്ന കാറ്റഗറിയിൽ ലിപ്പിഡ് വരാറില്ല, അതായത് മാക്രോ മോളിക്യൂൾ എന്ന കാറ്റഗറിയിൽ വരാറില്ല. അതുകൊണ്ട് ലിപ്പിഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വർഷം പഠിക്കുന്നില്ല. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ പഠിക്കുന്നത് മാക്രോ മോളിക്യൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ഔട്ട്ലൈൻ കിട്ടിയാലോ നമ്മുടെ ബയോമോളിക്യൂൾസ് ആരൊക്കെയാണെന്ന്? പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ DNA RNA ചേർന്ന് വരുന്ന ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്. സോ ഇതില് ലിപ്പിഡ് മാത്രം മൈക്രോ മോളിക്യൂൾ ആണ്. ബാക്കി 3 പേരും മാക്രോ വലിയ മോളിക്യൂൾസ് ആണ്, മാക്രോ മോളിക്യൂൾസ് ആണ്. കാരണം അവരുടെ സൈസ് 10,000 ഡാൾട്ടൺ ഒക്കെയാണ് അവരുടെ സൈസ് എന്ന് പറയുന്നത്. സോ ഇതില് ആദ്യം നമുക്ക് ആരെ കുറിച്ച് പഠിക്കാം? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രോട്ടീൻസിനെ കുറിച്ചിട്ടാണ്. പ്രോട്ടീൻസിനെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അമിനോ ആസിഡ്സ് കൊണ്ട്. സോ ഇവരുടെ പേര് എങ്ങനെയാണ് അമിനോ ആസിഡ് എന്ന് വന്നത്? നല്ല വ്യത്യസ്തമായ പേരല്ലേ, അമിനോ ആസിഡ്. എങ്ങനെയാണ് ഇവർക്ക് അമിനോ ആസിഡ് എന്ന പേര് കിട്ടിയത്? കാര്യമുണ്ട്. ഇവരുടെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡിന്റെ ജനറൽ സ്ട്രക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അവിടെ ഒരു NH2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു COOH ഗ്രൂപ്പ് ഉണ്ട്, ഒരു R ഗ്രൂപ്പ് ഉണ്ട്, ഒരു H ഗ്രൂപ്പ് ഉണ്ട്. H നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈഡ്രജൻ ആണ് അല്ലെ. സോ ദിസ് ഈസ് NH2 ഗ്രൂപ്പ്. NH2 ഗ്രൂപ്പിന്റെ യഥാർത്ഥ പേരെന്താ? ദാറ്റ് ഈസ് കോൾഡ് അമീൻ. സോ അമീൻ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. എന്താണ് COH? അതല്ലേ കാർബോക്സിലിക് ആസിഡ്. യെസ്, അപ്പൊ അമീൻ ഗ്രൂപ്പ് ഇവിടെ പ്രസന്റ് ആണ്, ആസിഡ് ഗ്രൂപ്പ് ഇവിടെ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ഈ സിമ്പിളാണ് നമ്മൾ എന്ത് പേര് കൊടുത്തത്? അമിനോ ആസിഡ് എന്ന് പേര് കൊടുത്തത്. നമ്മുടെ ശരീരത്തിൽ 20 വ്യത്യസ്തമായ അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ വ്യത്യസ്തതയ്ക്ക് കാരണം എന്താ? ഓരോ അമിനോ ആസിഡ് വ്യത്യസ്തപ്പെടുന്നത് എന്തിലാ? NH2 എന്തായാലും കോമൺ ആണ്, COH കോമൺ ആണ്, ഹൈഡ്രജനും കോമൺ ആണ്. സോ ഹു ഈസ് ഡിഫറെന്റ്? ദാറ്റ് ഈസ് R ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്. R ഗ്രൂപ്പ് മാറുന്നതനുസരിച്ച് ആളുടെ പേരും സ്വഭാവവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. സോ R ഗ്രൂപ്പ് മാറുന്ന 3 കേസസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള R ഗ്രൂപ്പാണ് ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ആണ് R ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ ആ അമിനോ ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈസിൻ. ദാറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഏറ്റവും സിമ്പിളാണ് കേട്ടോ. സോ മറക്കണ്ട, ഗ്ലൈസിൻ. അപ്പൊ ഹൈഡ്രജൻ ആണ് R ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈസിൻ. അതേ R ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് ഹൈഡ്രജനെക്കാളും കുറച്ചുകൂടി വലിയ ഒരാളാണ് വരുന്നതെങ്കിൽ ലൈക്ക് CH3. സോ CH3 പോലെ കുറച്ചുകൂടി വലിയ ആളാണ് വരുന്നതെങ്കിൽ then it is called അലാനിൻ. ഓക്കെ, ക്ലാസ്സിൽ അലൻ എന്നൊക്കെ പേരുള്ള കുട്ടി ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു ഇന്നും കൂടി ചേർത്ത് അലാനിൻ. ഓക്കെ, സോ അലാനിൻ എന്ന് പറയുന്നതാണ് CH3 ഗ്രൂപ്പ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര്.
പിന്നെ ഒരു ഗാംഭീര്യമുള്ള ഒരാൾ കൂടി വരാൻ പോവുകയാണ്. വേറെ ആരുമല്ല, അത് CH2OH. അപ്പോൾ R ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് CH2OH ആണ് വരുന്നതെങ്കിൽ ആ ഒരു അമിനോ ആസിഡിന്റെ പേരാണ് സെറിൻ. ഇറ്റ് ഈസ് കോൾഡ് സെറിൻ. ഓക്കെ, സോ ദർ ആർ 3 ഡിഫറെന്റ് അമിനോ ആസിഡ്സ്. പ്രധാനമായിട്ട് നമുക്ക് സ്ട്രക്ചർ പഠിക്കാനുള്ളത് ഒന്ന് ഗ്ലൈസിൻ ആണ്, രണ്ടാമത്തേത് നമ്മുടെ അലാനിൻ ആണ്, മൂന്നാമത്തേത് സെറിൻ ആണ്. സോ ദർ ആർ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. മറക്കരുതേ. ഓക്കെ, സോ ഈ മൂന്നെണ്ണം നന്നായിട്ട് പഠിച്ചു വെച്ചോളണേ. ഇതിന്റെ സ്ട്രക്ചർ സഹിതം ചോദിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അമിനോ ആസിഡ്സിനെ ബേസ്ഡ് ഓൺ ദി COH ഗ്രൂപ്പ് ആൻഡ് NH ഗ്രൂപ്പ് പ്രസൻസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ 3 ക്ലാസിഫൈ ചെയ്യാം: അസിഡിക്, ബേസിക്, ന്യൂട്രൽ. ഇത് വളരെ വലിയ ചോദ്യമൊന്നും അല്ല നിങ്ങളെ സംബന്ധിച്ച്. അസിഡിക് എന്ന് വെച്ചാൽ അതിൽ COOH ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലായിരിക്കും. NH2 ഗ്രൂപ്പ് കൂടുമ്പോഴാണ് ബേസിക് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. COHന്റെയും NH2ന്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്രൽ. ഓക്കെ, സോ ഇതിനൊരു ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ദാറ്റ് ഈസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് എന്നാലും ഒരു എക്സാമ്പിൾ സഹിതം പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. അസിഡിക് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ് ഒന്ന് അസ്പാർട്ടിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ്. ഏതാ നിങ്ങൾക്ക് എളുപ്പം? എനിക്ക് തോന്നുന്നു ഗ്ലൂ ആയിരിക്കും എളുപ്പമല്ലേ, ഗ്ലൂട്ടാമിക് അല്ല എളുപ്പമല്ലേ പഠിക്കാൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പൊ ഗ്ലൂട്ടാമിക് ആസിഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അസിഡിക് അമിനോ ആസിഡ്. അടുത്ത് ന്യൂട്രലിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റഡി ഗ്ലൈസിൻ. നമ്മുടെ സിംപ്ലൻ ഉണ്ടല്ലോ, സിംപ്ലൻ അങ്ങ് ഓർത്തത്, സിംപ്ലൻ ന്യൂട്രൽ ആരുമായിട്ടും ഇല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ന്യൂട്രൽ വൺ, ഗ്ലൈസിൻ. അടുത്ത ബേസിക് ആയിട്ടുള്ളതിന് ലൈസിനും ഉണ്ട്, അർജിനും ഉണ്ട്. ഏതാ പഠിക്കാൻ എളുപ്പം? ലൈസിൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ. സോ ലൈസിൻ പഠിച്ചു വെച്ചോളൂ. സോ ഇതാണ് 3 എക്സാമ്പിൾസ് അസിഡിക്, ന്യൂട്രൽ ആൻഡ് ബേസിക് അമിനോ ആസിഡ്സിന്. ചില അമിനോ ആസിഡ്സിൽ സൾഫർ പ്രസന്റ് ആണ്. സൾഫർ എല്ലാവരിലും ഇല്ല. അപ്പൊ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സിസ്റ്റീൻ ആൻഡ് മെഥിയോണൈൻ. ഇതിൽ പഠിക്കാൻ എളുപ്പം മെഥിയോണൈൻ ആണ്. സോ മെഥിയോണൈൻ ഓർത്ത് വെച്ചിരിക്കുക, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. പിന്നെ ചിലരില് അരോമാറ്റിക് ആയിട്ടുള്ള R ഗ്രൂപ്പ്, അതായത് നമ്മുടെ ബെൻസീൻ റിംഗ് ഒക്കെ വരും. സോ അരോമാറ്റിക് അമിനോ ആസിഡ് എക്സാമ്പിൾ നിങ്ങൾക്ക് 3 ഉണ്ട്. ഫിനൈൽ അലാനിൻ ഉണ്ട്, ടൈറോസിൻ ഉണ്ട്, ട്രിപ്റ്റോഫാൻ ഉണ്ട്. ഏതാ പഠിക്കാൻ എളുപ്പം? ടയർ തന്നെ കൊള്ളാം അല്ലേ, ടൈറോസിൻ. സോ ടൈറോസിൻ ഓർത്ത് വെച്ചോളൂ, ദാറ്റ് ഇസ് അരോമാറ്റിക്. ഇപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പം പറഞ്ഞു തരട്ടെ. അരോമാറ്റിക് എന്ന് വെച്ചാൽ ആരാ? ബെൻസീറിംഗ് അല്ലെ. ബെൻസീറിംഗ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ടയർ ഒക്കെ ഉണ്ടല്ലോ, ഒരു ടയർ ഇട്ടത് പോലെ അല്ലേ. സോ ടൈറോസിൻ ഓർത്ത് വെക്കാൻ എളുപ്പമല്ലേ. സോ ബെൻസീറിംഗില് ടൈറോസിൻ ആണ് എക്സാമ്പിൾ. അരോമാറ്റിക്കിന് എക്സാമ്പിൾ ഏതാണ്? ടൈറോസിൻ. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ ഓൺവേർഡ് ആയിട്ട് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഇപ്രാവശ്യം ഒരു പോയിന്റും കളയാൻ പറ്റില്ലല്ലോ, കാരണം വെറൈറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ വരുന്നത്. അമിനോ ആസിഡ്സിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. ദേ ആർ ഓൾസോ ക്ലാസിഫൈഡ് ആസ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. എസെൻഷ്യൽ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് തോന്നും അത്യാവശ്യം വേണ്ടത് അല്ലെ എന്ന് തോന്നും. നോൺ എസെൻഷ്യൽ ഇത്ര അത്യാവശ്യമൊന്നും ഇല്ലാത്തത് എന്ന് തോന്നും. അതല്ല, അങ്ങനെ ചിന്തിക്കരുത്, അതല്ല അതിന്റെ ഡെഫിനേഷൻ. ഓക്കെ, അത്ര എളുപ്പം വരുന്നെങ്കിൽ എന്ത് എളുപ്പം വരുന്നു കാര്യങ്ങൾ. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എസെൻഷ്യലി ഫുഡിലൂടെ ഇൻടേക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ആ ഒരു അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനോ നിർമ്മിക്കാനോ നമ്മുടെ ബോഡിക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുഡിലൂടെ അത് കഴിക്കണം. അതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. അപ്പോൾ എന്തായിരിക്കും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്? അത് നിങ്ങൾ ഫുഡിലൂടെ കഴിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം, ബിക്കോസ് ബോഡിക്ക് അത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയാം. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഫുഡിലൂടെ, ഡയറ്റിലൂടെ എടുക്കണം എന്നതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. നോൺ എസെൻഷ്യൽ അങ്ങനെ എടുക്കണ്ട എന്നതാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അതാണ് ആ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എസെൻഷ്യലും നോൺ എസെൻഷ്യലും ഇനി തെറ്റിക്കരുതേ. ഈ അമിനോ ആസിഡ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി കൂടിയുണ്ട്. നമുക്ക് സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം. NH2 ഇവിടെ വരുന്നു, പിന്നെ COOH ഗ്രൂപ്പ് ഇവിടെ വരുന്നു, ഒരു ഹൈഡ്രജൻ വരുന്നു, പിന്നെ ഒരു R ഗ്രൂപ്പ് വരുന്നു. ഇതില് നമ്മുടെ COOH ഗ്രൂപ്പിൽ നിന്നും ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചാർജ് വരും? അവിടെ മൈനസ് ചാർജ് വരും. ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ എന്ത് ചാർജ് വരും? അവിടെ മൈനസ് ചാർജ് വരും. സോ മൈനസ് ചാർജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ആനയോൺ. ഈ ഹൈഡ്രജനെ, അതായത് H+നെ NH ഗ്രൂപ്പ് അക്സെപ്റ്റ് ചെയ്താൽ അത് NH3+ ആയിട്ട് മാറും. പ്ലസ് ആയിട്ട് മാറിയാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കാറ്റയോൺ എന്ന് വിളിക്കും. നോക്കൂ, ഈ ഒരു അമിനോ ആസിഡില് മൈനസ് ചാർജും പ്രസന്റ് ആണ്, പ്ലസ് ചാർജും പ്രസന്റ് ആണ്. അപ്പൊ രണ്ടും കൂടി വന്നാൽ എന്ത് വിളിക്കും? കാറ്റാനയോൺ എന്ന് വിളിക്കൂ. അങ്ങനെ 2 ചാർജ് വന്നാൽ, മൈനസ് ചാർജും പ്ലസ് ചാർജും ഒരേ മോളിക്യൂളിൽ തന്നെ വന്നാൽ അത്തരത്തിലുള്ള ബൈപോളാർ അയോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ. ഓക്കെ, സോ ഇയാൾ ഒരു സ്വിറ്റർ അയോൺ ഫോർമേഷൻ കഴിവുള്ള ആളാണ്. സ്വിറ്റർ അയോൺ മീൻസ് ഇറ്റ് ഈസ് എ ബൈപോളാർ അയോൺ. ബൈപോളാർ മീൻസ് 2 polarity, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. 2 പൊളാരിറ്റിയും ഒരേ മോളിക്യൂളിൽ വരുമ്പോൾ അത്തരം മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ. അത് കാണിക്കാൻ കഴിവുള്ളയാളാണ് നമ്മുടെ സ്വന്തം അമിനോ ആസിഡ്സ്. ഓക്കെ, സോ അമിനോ ആസിഡ്സിനെ കുറിച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. 20 ഡിഫറെന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ പറയുന്ന അമിനോ ആസിഡ്സ് ചേർന്ന് ഉണ്ടാകുന്ന വലിയൊരു ബയോമോളിക്യൂളിന്റെ പേരാണ് പ്രോട്ടീൻസ്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ കോൾഡ് പ്രോട്ടീൻസ്. ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് വലിയൊരു
ബയോമോളിക്യൂൾ, അതായത് അമിനോ ആസിഡ്സ് ചേർന്നുണ്ടാകുന്ന ബയോമോളിക്യൂൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടീൻ. അപ്പൊ അമിനോ ആസിഡ്സ് ചേരണം എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് ഒരു ബോണ്ട് വേണ്ടേ? ഓർത്ത് വെച്ചോളൂ, അമിനോ ആസിഡ്സ് ചേരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോണ്ടിന്റെ പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, ഇതിന്റെ പേരെന്താണ്? പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, സോ അമിനോ ആസിഡ്സ് പരസ്പരം ജോയിൻ ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ട് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ പ്രോട്ടീനിലെത്തി. എന്തുമാത്രം പ്രോട്ടീൻസ് ഉണ്ടല്ലേ നമ്മുടെ ലോകത്ത്. സോ there are different types of proteins. ഇതാ നോക്കൂ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻസ് ഏതൊക്കെയാണ് നമുക്ക് വേഗം നോക്കാം. ഒന്ന് കൊളാജൻ. ഓക്കെ, കൊളാജൻ ആണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ. ലോകത്ത് അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് കൊളാജൻ. ഇത് ഇന്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്, അതായത് സെല്ലുകളുടെ ഇടയിൽ ഇന്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്, സെല്ലുകളെ ചേർത്ത് വെക്കുന്ന ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ് കൊളാജൻ. ഓക്കെ, ഈ അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ നമ്മുടെ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ, നമ്മുടെ ഡിഫൻസിന് സഹായിക്കുന്ന ആന്റിബോഡി, നമ്മുടെ സ്മെൽ റിസപ്റ്റർ, ടേസ്റ്റ് റിസപ്റ്റർ, ഇങ്ങനെ റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അങ്ങനെ കുറെ പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GLUT4 എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം പേരിൽ തന്നെ ഉണ്ട് ഫംഗ്ഷൻ. ഗ്ലൂ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ്, ടി എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട്. ഓക്കെ, സോ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന പ്രോട്ടീൻ ആണ് GLUT4. ഓക്കെ, അപ്പൊ സെല്ലുകളിലേക്ക് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുക എന്നതാണ് നമ്മുടെ GLUT4ന്റെ ജോലി. അപ്പൊ അത് പഠിക്കാൻ നല്ല എളുപ്പമല്ലേ? GLUT4, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്. ഓർത്തിരിക്കുമല്ലോ? യെസ്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ കണ്ണു അടച്ചങ്ങ് പറയുക, ദാറ്റ് ഇസ് കൊളാജൻ. അപ്പൊ കണ്ണ് തുറന്നു വെച്ച് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ലോകത്ത് നമ്മുടെ ബയോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ പറയും? വേഗം ഒന്ന് പറഞ്ഞേ. യെസ്, ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ ദ ആൻസർ വിൽ ബി റുബിസ്കോ. സോ ദ ആൻസർ വിൽ ബി റുബിസ്കോ. മറക്കണ്ട, ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ ആൻസർ എന്തായിരിക്കും? റുബിസ്കോ ആയിരിക്കും കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് റുബിസ്കോ. എന്നാൽ അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കൊളാജൻ. കൊളമാക്കരുത്. ഓക്കെ, സോ ഈ ഒൺവേർഡുകൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി പ്രോട്ടീന് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിൽ എക്സിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രോട്ടീന്റെ സ്ട്രക്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ നമുക്കൊന്ന് പഠിക്കാം, വാട്ട് ആർ ദ സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ പ്രധാനമായിട്ടും 4 സ്ട്രക്ചേഴ്സ് ആണുള്ളത്: പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ക്വാട്ടേണറി. അത് പഠിക്കാൻ എന്താ എളുപ്പം അല്ലേ? നല്ല എളുപ്പമുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൻഡ് ക്വാട്ടേണറി. സോ വാട്ട് ഈസ് പ്രൈമറി സ്ട്രക്ചർ? പ്രൈമറി സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് പരസ്പരം ചേർന്ന് ഒരു മുത്തുമാല പോലെ ചേർന്നുണ്ടാകുന്ന ഒരു ലീനിയർ സ്ട്രക്ചർ, ലൈൻ ലൈക്ക് ഒരു വര പോലെ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി സ്ട്രക്ചർ. ഈ പ്രൈമറി സ്ട്രക്ചറിൽ നമ്മുടെ ഫസ്റ്റ് അമിനോ ആസിഡ്, അതായത് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഇരിക്കുന്ന അമിനോ ആസിഡ്, നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് എൻ ടെർമിനൽ ആൻഡ് ദ ലാസ്റ്റ് ഈസ് കോൾഡ് സി ടെർമിനൽ. ഒരു തുടക്കവും ഒരു ഒടുക്കവും, എൻ ടെർമിനലും സി ടെർമിനൽ. തുടങ്ങുന്നത് എൻ ടെർമിനൽ, അവസാനിക്കുന്നത് സി ടെർമിനൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രൈമറി സ്ട്രക്ചർ. ജസ്റ്റ് ഒരു ലീനിയർ സ്ട്രക്ചർ മാത്രം, അത്രേ ഓർത്തിരിക്കേണ്ടേ ഉള്ളൂ. അമിനോ ആസിഡ്സ് ചേർന്ന് പോകുന്ന മാല പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ, അതാണ് പ്രൈമറി സ്ട്രക്ചർ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് സെക്കൻഡറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി സ്ട്രക്ചർ തന്നെ ഫർദർ ഇതുപോലെ കോയിൽ ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഹെലിക്സ് പോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഈ സെക്കൻഡറി സ്ട്രക്ചർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നതാ ഞാനിപ്പോ വരച്ചതുപോലെ ആൽഫ ഹെലിക്സ് എന്ന് വിളിക്കുന്നത്, ദിസ് ഇസ് കോൾഡ് ആൽഫ ഹെലിക്സ്. രണ്ടാമത് ഇതേപോലെ ദിസ് ഇസ് കോൾഡ് ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ്. സോ ഇങ്ങനെ 2 ടൈപ്പ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ ഹെലിക്കൽ സ്ട്രക്ചർ, സ്പ്രിങ് പോലെ ഇരിക്കുന്നത്. ഇങ്ങനെ പ്ലേറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് എന്ന് പറയും. സോ ഇത്തരത്തിലുള്ള 2 സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആണ് പ്രോട്ടീൻ ഉള്ളത്. ഇവിടെ ഈ സെക്കൻഡറിയിലേക്ക് വരുന്നത് അഡീഷണൽ ബോണ്ട് ഫോർമേഷനിലൂടെയാണ് ഈ സെക്കൻഡറി സ്ട്രക്ചറിലേക്ക് അയാൾ എത്തുന്നത്. സെക്കൻഡറി സ്ട്രക്ചർ തന്നെ വീണ്ടും ഫർദർ കോയിൽ ചെയ്തുണ്ടാകുന്നതാണ് ടെറിഷറി സ്ട്രക്ചർ. സോ സെക്കൻഡറി സ്ട്രക്ചർ ഫർദർ ഇതുപോലെ കോയിൽ ചെയ്ത് ഉണ്ടാകുന്നതാണ് ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടെറിഷറി സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബയോളജിക്കലി ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ടെറിഷറി സ്ട്രക്ചർ. മോസ്റ്റ് ആക്റ്റീവ് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് ടെറിഷറി സ്ട്രക്ചർ. ആൻഡ് ഇതൊരു 3D സ്ട്രക്ചർ ആണ്. അതുപോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ വുളൻ ബോൾ പോലെ, കമ്പിളിയുടെ ഒരു നൂലിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് പോലെയൊക്കെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഷറി സ്ട്രക്ചർ. ഈ ടെറിഷറി സ്ട്രക്ചർ കഴിഞ്ഞാൽ പിന്നെ ഈ ടെറിഷറി സ്ട്രക്ചേഴ്സ് പരസ്പരം ജോയിൻ ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ക്വാട്ടേണറി സ്ട്രക്ചർ. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ക്വാട്ടേണറി സ്ട്രക്ചർ. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ ആണ്. അതിനകത്ത് 4 സബ് യൂണിറ്റ്സ് ആണുള്ളത്. മറക്കേണ്ട, 4 സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഹീമോഗ്ലോബിൻ, 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ചേർന്നുണ്ടാകുന്ന 4 സബ് യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്ന ഒരു ക്വാട്ടേണറി ആയിട്ടുള്ള 3D സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാട്ടേണറി സ്ട്രക്ചർ ആണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ
നമ്മുടെ സെക്കൻഡറി സ്ട്രക്ചർ പ്രൈമറിയും സെക്കൻഡറിയും 2D സ്ട്രക്ചേഴ്സ് ആണ്, എന്നാൽ ടെറിഷറിയും ക്വാട്ടേണറിയും 3D സ്ട്രക്ചേഴ്സ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. അപ്പൊ അതോടുകൂടി നമ്മുടെ പ്രോട്ടീന്റെ സ്ട്രക്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ പ്രോട്ടീനും പഠിച്ചു, അതിന്റെ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചു അല്ലെ. സോ പ്രോട്ടീൻ എന്ന് പറയുന്ന ടോപ്പിക്കിനോട് തൽക്കാലം നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. ഇത്രയും നിങ്ങൾ പ്രോട്ടീനിൽ പഠിച്ചു വെച്ചാൽ മതി. നൗ വി ആർ ഡീലിംഗ് വിത്ത് ലിപ്പിഡ്സ്. ഞാൻ പറഞ്ഞു ലിപ്പിഡ് ഒരു ബയോ മാക്രോ മോളിക്യൂൾ അല്ല, അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിലേക്ക് നമ്മളിത് പോകില്ല. ജസ്റ്റ് 1-2 പോയിന്റ്സ് മാത്രം. ലിപ്പിഡിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സോപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ് എന്ന് വെച്ചാൽ CH3 CH2 CH2 ഇങ്ങനെ ചേർന്ന് അവസാനം ഒരു COH, ഇത്രയുള്ള ഒരു ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ ആണ് പാൽമിറ്റിക് ആസിഡ്, ഒരു എക്സാമ്പിൾ ആണ് അരക്കിഡോണിക് ആസിഡ്, ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. പാൽമിറ്റിക് ആസിഡ്, അരക്കിഡോണിക് ആസിഡും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് ചിലത് നമ്മൾ പറയും സാച്ചുറേറ്റഡ് അമിനോ ലിപ്പിഡ്സ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയും. സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ സിംഗിൾ ബോണ്ടുകളായിരിക്കും. അപ്പൊ എന്തായിരിക്കും അൺസാച്ചുറേറ്റഡ്? അവിടെ ഡബിളും ട്രിപ്പിൾ ബോണ്ട്സും ഉണ്ടാവും. സോ ഈ ബോണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തത്. സോ ലിപ്പിഡ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ഫാറ്റി ആസിഡ്. രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരാളാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ് സാച്ചുറേറ്റഡ് എക്സാമ്പിൾ ആണ് പാൽമിറ്റിക് ആസിഡ്, അൺസാച്ചുറേറ്റഡ് എക്സാമ്പിൾ ആണ് അരക്കിഡോണിക് ആസിഡ്. ഓക്കെ, നൗ ഞാൻ പറഞ്ഞു രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരാളാണ് നമ്മുടെ ഗ്ലിസറോൾ എന്ന് പറയുന്ന ആള്. സോ വാട്ട് ഈസ് ഗ്ലിസറോൾ? ഗ്ലിസറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ദാറ്റ് ഈസ് CH2 CH2 എന്നെടുത്ത് ഈ മൂന്നിടത്ത് എന്ത് കൊടുക്കുക? OH കൊടുക്കുക. സോ ദിസ് ഈസ് കോൾഡ് ഗ്ലിസറോൾ. ഓക്കെ, അപ്പൊ ഗ്ലിസറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊപ്പൈൻ എടുത്തിട്ട് അതിൽ 3 OH ഗ്രൂപ്പ് വരുന്നതാണ് നമ്മൾ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻ എന്ന് പറയും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലിസറോൾ എന്ന് വിളിക്കുന്നത്. ഒരു കണ്ണുനീര് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒഴിക്കുന്ന ഗ്ലിസറിൻ പോലെ അല്ലെ, അതാണ് ഗ്ലിസറോൾ. ഓക്കെ, സോ ഗ്ലിസറോള് ഈ പറയുന്ന ഫാറ്റി ആസിഡും ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ ഗ്ലിസറൈഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പൊ നോക്കിക്കോ, സോ ദിസ് ഈസ് CH2, ദിസ് ഈസ് CH, ദിസ് ഈസ് CH2. ഇവിടെ ഒരു ഫാറ്റി ആസിഡ് വന്നാൽ ബാക്കിയുള്ളിടത്ത് OH ആണ്. 3 OH വന്നാൽ ദാറ്റ്സ് ഗ്ലിസറോൾ. അതിൽ ഒരു ഫാറ്റി ആസിഡ്, ഒരു OH മാറ്റി അവിടെ ഫാറ്റി ആസിഡ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോഗ്ലിസറൈഡ്. ഈ OH മാറ്റിയിട്ട് അവിടെയും ഫാറ്റി ആസിഡ് വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ഡൈഗ്ലിസറൈഡ്സ്. ഈ 3 OH മാറ്റി അവിടെ ഫാറ്റി ആസിഡ് വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് എന്തായിരിക്കും? ട്രൈഗ്ലിസറൈഡ്സ്. സോ ഇങ്ങനെയാണ് ഗ്ലിസറൈഡ്സ് ഉണ്ടാകുന്നത്. അപ്പൊ ഗ്ലിസറോളിനകത്ത് ഫാറ്റി ആസിഡ് കൂടി ചേരുമ്പോഴാണ് ഗ്ലിസറൈഡ്സ് ഉണ്ടാകുന്നത്. ഒരു പ്രധാനപ്പെട്ട ഗ്ലിസറൈഡ്സ് ആണ് നമ്മൾ ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് പറയും. ഈ ഫോസ്ഫോ ലിപ്പിഡ്സിന്റെ പ്രത്യേകത നമ്മുടെ ഇതിനകത്ത് ഫോസ്ഫറസ് പ്രസന്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഫോസ്ഫോ ലിപ്പിഡ്സ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഈ ഫോസ്ഫോ ലിപ്പിഡ് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെ, നമ്മുടെ സെല്ലിന്റെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോ ലിപ്പിഡ്സ് കൊണ്ടാണ്. ഓർമ്മയില്ലേ നമ്മുടെ സിംഗർ ആൻഡ് നിക്കോൾസൺ കൊണ്ടുവന്ന നമ്മുടെ ബൈലെയർ തിയറി ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ്, സെൽ മെംബ്രെയിൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ എന്ന് പറയുന്ന തിയറി നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ആ ഒരു തിയറിക്കകത്ത് നമ്മൾ പറയുന്നത് അതിന്റെ 2 ലെയറും ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോ ലിപ്പിഡ്സ് ബൈലെയർ എന്നാണ് നമ്മൾ പറയുന്നത്. അത് തന്നെ ആ ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫറസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ലിപ്പിഡിനെയാണ് ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ലിപ്പിഡിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഒരാളെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അത് വേറെ ആരുമല്ല, കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു സോളിഡ് ഫോമിൽ ഇരിക്കുന്ന ലിപ്പിഡ് ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓയിൽ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഫോം ആയിരിക്കും, പക്ഷെ കൊളസ്ട്രോൾ സോളിഡ് ഫോം ആയിരിക്കും. ഇവന്റെ ഈ സ്ട്രക്ചർ കൂടി ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. കണ്ടാൽ ഇവൻ കൊളസ്ട്രോൾ ആണ്, ഈ കമ്പും കോലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവൻ കൊളസ്ട്രോൾ ആണ് എന്ന് പറയാനുള്ള ഒരു നോളജ്, ദാറ്റ്സ് ഇനഫ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സോ കൊളസ്ട്രോളും ഓയിലും തമ്മിലുള്ള ഡിഫറൻസും കൂടി ഓർത്തിരിക്കുക. കൊളസ്ട്രോൾ എന്ന് പറയുന്ന റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിലായിരിക്കും, പക്ഷെ ഓയിൽ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിലായിരിക്കും. സോ കഴിഞ്ഞു, മതി. ലിപ്പിഡ്സ് ഇത്രയും തന്നെ ധാരാളം. എങ്കിൽ നമുക്ക് നേരെ പോകാം നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സിന്റെ അടുത്തേക്ക്. ന്യൂക്ലിക് ആസിഡ്സ്, DNA, RNA. സോ എന്തൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന ന്യൂക്ലിക് ആസിഡ്സ് നിർമ്മിച്ചിരിക്കുന്നത്? പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഒന്നാമത്തത് ഷുഗർ. ഷുഗർ എന്ന് പറയുമ്പോൾ മെയിൻലി 2 ഷുഗറുകളാണുള്ളത്. ഒന്ന് റൈബോസ് ഷുഗർ, രണ്ടാമത്തത് ഡീഓക്സി റൈബോ ഷുഗർ. ഓക്കെ, റൈബോസും ഡീഓക്സി റൈബോ ഷുഗർ. റൈബോ ഷുഗർ കൊണ്ടാണ് RNA നിർമ്മിക്കുന്നത്, ഡീഓക്സി റൈബോ ഷുഗർ കൊണ്ടാണ് DNA നിർമ്മിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. RNA നിർമ്മിക്കുന്നത് റൈബോ ഷുഗർ കൊണ്ടും DNA നിർമ്മിക്കുന്നത് ഡീഓക്സി റൈബോ ഷുഗർ കൊണ്ടും. ഇനി റൈബോ ഷുഗർ അല്ലെങ്കിൽ ഡീഓക്സി റൈബോ ഷുഗറിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നല്ല എളുപ്പം. എന്താ ചെയ്യണമെന്ന് അറിയണ്ട, ജസ്റ്റ് ഒരു ഐസ്ക്രീമിന്റെ കപ്പ് എടുക്കുക. അത് ഐസ്ക്രീം കപ്പ്, അതിലേക്ക് ഐസ്ക്രീം വെക്കുക. ഐസ്ക്രീം വെച്ചു. ഒരു ചെറി കൂടി വെക്കുക, അത് ചെറിയും വെച്ചു. കോരി കുടിക്കാൻ ഒരു കമ്പൂടി വെച്ചു. ഇത്രയേ ഉള്ളൂ റൈബോ ഷുഗറിന്റെ സ്ട്രക്ചർ.
ഇതിലെ ഒന്നാമത്തെ കാർബൺ, ദിസ് ഈസ് 1' കാർബൺ, അതിലേക്ക് ഒരു നൈട്രജൻ ബേസ് വന്ന് അറ്റാച്ച് ചെയ്യും. നൈട്രജൻ ബേസുകൾ ആരൊക്കെയാണ്? പ്രധാനമായിട്ടും 4 ടൈപ്പ് നൈട്രജൻ ബേസ് ആണ് ഉള്ളത് മെയിൻ ആയിട്ട്. ഒന്ന് മെയിൻലി നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, പ്യൂരിൻസ് എന്നും പിരമിഡിൻസ് എന്നും. പ്യൂരിൻസ് എന്ന് പറയുന്നത് അഡിനിനും ഗ്വാനിനുമാണ്. പിരമിഡിൻസ് എന്ന് പറയുന്നത് തൈമിനും സൈറ്റോസിനുമാണ്. പക്ഷേ RNA വരുമ്പോൾ തൈമിന് പകരം അവിടെ യുറാസിലായിരിക്കും. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഓക്കെ, സോ നൈട്രജൻ ബേസുകൾ ഈ 5 പേരാണുള്ളത്. അതിൽ 4 എണ്ണമേ ഒരാളിൽ കാണുള്ളൂ. DNA 4 എണ്ണം, RNA 4 എണ്ണം. വ്യത്യാസം ഈ തൈമിന് യുറാസിലുമാണ്. യുറാസിൽ വന്നാൽ അത് RNA ആയിരിക്കും, തൈമിന് വന്നാൽ അത് DNA ആയിരിക്കും. സോ ഈ നൈട്രജൻ ബേസ് ഇവിടെയാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അവിടെ അഡിനിൻ വന്നിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു, അഡിനിൻ. ഓക്കെ, ദെൻ ഈ 5ാമത്തെ കാർബണിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഫോസ്ഫോ ഡയസ്റ്റർ എന്ന് പറയുന്ന ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എസ്റ്റർ ലിങ്കേജ് ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യും, വന്ന് ജോയിൻ ചെയ്യും. സോ അങ്ങനെയാണ് ഉണ്ടാകുന്ന ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ഒരു ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫറസ് ഗ്രൂപ്പ്, ഈ 3 പേര് കൂടി ചേരുമ്പോഴാണ് ന്യൂക്ലിയോടൈഡ്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ല എങ്കിൽ then it is called ന്യൂക്ലിയോസൈഡ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണല്ലോ. നമുക്ക് കുറച്ച് ന്യൂക്ലിയോടൈഡുകളുടെയും ന്യൂക്ലിയോസൈഡുകളുടെയും പേരൊന്ന് പഠിച്ചാലോ? യെസ്, നമുക്ക് കുറച്ച് പേരൊന്ന് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞുതരാം, വേഗം പേരുകൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലെ, ന്യൂക്ലിയോസൈഡ്. അപ്പൊ ന്യൂക്ലിയോസൈഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കാണും? ഒരു നൈട്രജൻ ബേസും ഷുഗറും കാണും. ഇത് രണ്ടും ചേരുന്നതിനാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ് ഞാൻ പറഞ്ഞു, അവിടെ ആര് കൂടി എക്സ്ട്രാ വരും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി എക്സ്ട്രാ വരും. അവിടെ ഓൾറെഡി ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതാണ് ന്യൂക്ലിയോടൈഡ്. സോ ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോസൈഡ്, ഇത് 2 പേർക്കും എക്സാമ്പിൾ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. പേരുകൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ന്യൂക്ലിയോസൈഡിന് എക്സാമ്പിൾ ആണ് അഡിനോസിൻ. ഓക്കെ, അഡിനോസിൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോടൈഡിന്റെ എക്സാമ്പിൾ ആണ് അഡിനിലിക് ആസിഡ്. ഓക്കെ, അഡിനോസിൻ ന്യൂക്ലിയോസൈഡിന്റെ എക്സാമ്പിൾ, അഡിനിലിക് ആസിഡ് ന്യൂക്ലിയോടൈഡിന്റെ എക്സാമ്പിൾ. സോ ഇത്രയൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇവരെ ചേർത്തിട്ടാണ് നമ്മൾ ഏതുണ്ടാക്കുന്നത്? DNA സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അതില് 2 സ്ട്രാൻഡുകളെ പരസ്പരം ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ബോണ്ടാണ്. അഡിനിനും തൈമിനും ഇടയ്ക്ക് നമ്മൾ 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും ഇടയ്ക്ക് 3 ഹൈഡ്രജൻ ബോണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറക്കരുത്, അഡിനിനും തൈമിനും ഇടയ്ക്ക് 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും ഇടയ്ക്ക് 3 ഹൈഡ്രജൻ ബോണ്ടും കൊടുത്തിട്ടാണ് നമ്മൾ ആ സ്ട്രക്ചർ മേക്ക്, ആ 2 സ്ട്രാൻഡുകളെ പരസ്പരം ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ DNA RNA. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA? DNA എന്ന് പറയുന്നത് DNA മോസ്റ്റ്ലി ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. എന്നാൽ RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇനി DNA എന്ന് പറയുന്നത് മോസ്റ്റ്ലി ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യാറുള്ളൂ. എന്നാൽ RNA കാറ്റലിസ്റ്റ് ആയിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. DNAയിൽ തൈമിനാണ് പ്രസന്റ് ആയിരിക്കുന്നത്, എന്നാൽ RNAയിൽ യുറാസിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. DNAയിൽ ഡീഓക്സി റൈബോ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ RNAയിൽ റൈബോ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്. DNA മോർ സ്റ്റേബിൾ ആണ്, എന്നാൽ RNA ലെസ് സ്റ്റേബിൾ ആണ്. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ഓക്കെ, സോ DNA RNA നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ബയോമോളിക്യൂളും കംപ്ലീറ്റ് ആയി, അതായത് 3 ബയോമോളിക്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി 4ാമത്തെ ബയോമോളിക്യൂൾ, 4 എണ്ണമേ ഉള്ളൂ അല്ലെ. സോ 4ാമത്തെ ബയോമോളിക്യൂളിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അവരെ 3 ആയി ക്ലാസിഫൈ ചെയ്യും: മോണോസാക്രൈഡ്, ഒളിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. മോണോ എന്ന വേർഡിന്റെ അർത്ഥം എന്താ? ഒന്ന്. മോണോസാക്രൈഡ് അതായത് അവിടെ ഒരൊറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് എ സിംപ്ലസ്റ്റ് യൂണിറ്റ്, ഏറ്റവും ചെറിയ ആള്, അയാളെയാണ് മോണോസാക്രൈഡ് എന്ന് വിളിക്കുന്നത്. അയാളെ നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് ഹൈഡ്രോളിസിസ് ചെയ്ത് ചെറുതാക്കാനൊന്നും പറ്റില്ല, കാരണം അയാൾ അത്രയ്ക്ക് ചെറുതാ. ഇനി അയാൾ എന്ത് ചെറുതാക്കാനാ? സോ അത്രയും ചെറിയ ആൾക്കാരെയാണ് മോണോസാക്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് മോണോസാക്രൈഡ്സ്. ഒളിഗോസാക്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുതൽ 10 വരെ മോണോസാക്രൈഡ്സ് ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചറുകളെയാണ് ഒളിഗോസാക്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. ലൈക്ക് നമുക്ക് സൂക്രോസ് എടുക്കാം. സൂക്രോസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ട്. അതുപോലെ തന്നെ മാൾട്ടോസ് എടുക്കാം, അതിനകത്ത് ഗ്ലൂക്കോസും ഉണ്ട്. അതുപോലെ ലാക്ടോസ് എടുക്കാം. ലാക്ടോസ് ഇസ് മേഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. സോ ദീസ് ആർ കോൾഡ് ഒളിഗോസാക്രൈഡ്സ്. അതിൽ ലാക്ടോസിന്റെ പ്രത്യേകത എന്താ? മിൽക്ക് ഷുഗർ ആണ് അല്ലെ, മിൽക്കിൽ കാണപ്പെടുന്ന ഷുഗർ ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. കെയിൻ ഷുഗർ ഏതാണ്? നമ്മുടെ പഞ്ചസാര, നമ്മൾ സാധാരണ കഴിക്കുന്ന പഞ്ചസാര ഏതാ? അത് നമ്മുടെ സൂക്രോസ് ആണ് സാധാരണ പഞ്ചസാര, സൂക്രോസ്. ഓക്കെ, ഇനി പോളിസാക്രൈഡ്.
പോളിസാക്കറൈഡ് അല്ലേ? അതല്ല പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി എന്നാണ് അർത്ഥം, ഒരുപാട്. സോ 10ൽ കൂടുതൽ മോണോസാക്രൈഡ്സ് ചേർന്നുണ്ടാക്കുന്ന ലോങ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ പോളിസാക്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോളിസാക്രൈഡ്സ് മീൻസ് ഇറ്റ്സ് എ വെരി ബിഗ് മോളിക്യൂൾ. ഓക്കെ, വളരെ ബിഗ് ആയിരിക്കും, കാരണം ഒരുപാട് മോണോസാക്രൈഡ്സ് ചേർന്നുണ്ടാകുന്ന വലിയ സ്ട്രക്ചറുകളെയാണ് പോളിസാക്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. പോളിസാക്രൈഡ്സിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് സ്റ്റാർച്ച്, അതുപോലെ തന്നെ സെല്ലുലോസ്, അതുപോലെ ഇനുലിൻ. So these are the examples of polysaccharides. Starch actually ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസ് കൊണ്ട് തന്നെയാണ്. ഗ്ലൂക്കോസ് ചേർത്താണ് സ്റ്റാർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. സെല്ലുലോസും ഗ്ലൂക്കോസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇനുലിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫ്രക്ടോസ്. അപ്പൊ ഫ്രക്ടോസ് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോളിസാക്രൈഡ് ആണ് ഇനുലിൻ, ദാറ്റ് ഈസ് കോൾഡ് ഇനുലിൻ. സോ ഇതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ടൈപ്പാണ്: മോണോസാക്രൈഡ്, ഒളിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. ഇതില് സ്റ്റാർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് നടത്താറുണ്ട്, സ്റ്റാർച്ച് ടെസ്റ്റ് എന്ന് പറയും. എന്താ സ്റ്റാർച്ച് ടെസ്റ്റ്? സ്റ്റാർച്ച് നമ്മൾ അയോഡിൻ കോമ്പൗണ്ട് ആഡ് ചെയ്യുമ്പോൾ സ്റ്റാർച്ച് എന്ത് തരും? ഒരു ബ്ലൂ കളറേഷൻ തരും. അതിന്റെ കാരണം സ്റ്റാർച്ചിന് ഇതുപോലെ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അപ്പോ അയാൾ അതിന്റെ ഇടയിൽ അയോഡിനെ ട്രാപ്പ് ചെയ്യും. അയോഡിൻ രക്ഷപ്പെടാൻ പറ്റില്ല, ഐ ആം ട്രാപ്ഡ്. അങ്ങനെ അയോഡിൻ അതിന്റെ ഇടയിൽ ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ ആ അയോഡിൻ അവിടെ ഇരുന്നു കൊണ്ട് തരുന്ന കളറാണ് ബ്ലൂ കളർ. സോ അതുകൊണ്ടാണ് സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തുമ്പോൾ അയോഡിൻ ഒരു ബ്ലൂ കളറേഷൻ തരുന്നത്. എന്നാൽ സെല്ലുലോസ് എന്ന് ഇതുപോലെ ഹെലിക്കൽ സ്ട്രക്ചർ അല്ലാത്തതുകൊണ്ട് സെല്ലുലോസിന് ഇതുപോലെ ബ്ലൂ കളറേഷൻ തരാൻ സാധിക്കില്ല എന്ന് കൂടി ഓർത്തിരിക്കുക. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് നമ്മുടെ പോളിസാക്രൈഡ്സ്. ഈ പോളിസാക്രൈഡ്സിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ഹോമോ പോളിസാക്രൈഡ് എന്നും ഹെട്രോ പോളിസാക്രൈഡ് എന്നും. ഹോമോ പോളിസാക്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലത്തെ യൂണിറ്റുകൾ ചേർത്ത്, ഗ്ലൂക്കോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ, അവിടെ ഗ്ലൂക്കോസ് ചേർത്ത് എല്ലാം ഗ്ലൂക്കോസ്, അങ്ങനെ ഗ്ലൂക്കോസുകൾ മാത്രമുള്ള ഒരേപോലത്തെ ആൾക്കാർ മാത്രം ചേർന്നുണ്ടാകുന്ന പോളിസാക്രൈഡുകളെയാണ് നമ്മൾ ഹോമോ പോളിസാക്രൈഡ്. ഹോമോ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ സെയിം എന്നല്ലേ? അപ്പൊ സെയിം ആൾക്കാരാൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹോമോ പോളിസാക്രൈഡ് എന്ന് വിളിക്കുന്നത്. ഹോമോ പോളിസാക്രൈഡ് എക്സാമ്പിൾ ചോദിച്ചാൽ കണ്ണും പൂട്ടി എഴുതുക. സ്റ്റാർച്ച് ഒരു എക്സാമ്പിൾ ആണ്, സെല്ലുലോസ് എക്സാമ്പിൾ ആണ്, ഗ്ലൈക്കോജൻ എക്സാമ്പിൾ ആണ്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഗ്ലൂക്കോസ് കൊണ്ടാണ്. ഇനുലിൻ ഈസ് ഓൾസോ, അത് ഫ്രക്ടോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഹോമോ പോളിമർ. അപ്പോൾ എന്തായിരിക്കും ഹെട്രോ പോളിമർ? ഡിഫറെന്റ് ആയിട്ടുള്ള മോണോസാക്രൈഡ്സ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഹെട്രോ പോളിസാക്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഹെട്രോ പോളിസാക്രൈഡ് എക്സാമ്പിൾ ആണ് ഹെപ്പാരിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ? ബ്ലഡ് ക്ലോട്ടിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹെപ്പാരിൻ. സോ ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെട്രോ പോളിസാക്രൈഡ് ആണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രോട്ടീൻസ് അല്ലേ, പ്രോട്ടീൻസ് ഒരു ഹെട്രോ പോളിമർ ആണോ ഹോമോ പോളിമർ ആണോ? ഇറ്റ് ഈസ് എ ഹെട്രോ പോളിമർ. വൈ? ഡിഫറെന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ചേർത്തിട്ടാണ് പ്രോട്ടീൻസ് നിർമ്മിക്കുന്നത്. സോ പ്രോട്ടീൻ ഈസ് എ ഹെട്രോ പോളിമർ. സോ മക്കളെ, നമ്മുടെ എല്ലാ ബയോമോളിക്യൂൾസും കംപ്ലീറ്റ് ആയി. എന്നാൽ കഴിഞ്ഞിട്ടില്ല ചാപ്റ്റർ. നമുക്കിനി 1-2 ആൾക്കാരെയും കൂടി പരിചയപ്പെടാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതായിരുന്നു? മെറ്റബോളൈറ്റ്സ്. അപ്പൊ എന്താണ് മെറ്റബോളൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റബോളിക് പ്രോസസ്സുകളിലൂടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളെയാണ് മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ മെറ്റബോളൈറ്റുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. ഒന്ന് പ്രൈമറി മെറ്റബോളൈറ്റ്, ഒന്ന് സെക്കൻഡറി മെറ്റബോളൈറ്റ്. പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരത്തിലെ വളർച്ചയ്ക്കും ഗ്രോത്തിനും അതിന്റെ റീപ്രൊഡക്ഷനും ഒക്കെ നേരിട്ട് ആവശ്യമുള്ള ആൾക്കാരെയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം അമിനോ ആസിഡ്സ്. സോ അമിനോ ആസിഡ്സ്, അതുപോലെ ലിപ്പിഡ്സ്, ഫാറ്റ്, ഗ്ലൂക്കോസ്, ഇതൊക്കെ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. അതായത് ആ ജീവിയുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഭയങ്കര അത്യാവശ്യം, നേരിട്ട് റോളാണ്. അതാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. എന്നാൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്തിനാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെടിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ അത് ഡയറക്ട്ലി ഇൻവോൾവ് അല്ല, ഗ്രോത്തിലോ റീപ്രൊഡക്ഷനിലോ ഡയറക്ട്ലി ഇൻവോൾവ് അല്ലാത്ത പ്രോഡക്റ്റുകളെയാണ് നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. സോ നമുക്ക് ഒരുപാട് ഗുണമുള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് വേഗം ഒന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പിഗ്മെന്റ്സ്. പിഗ്മെന്റുകളായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കരോട്ടിനോയിഡ്സും അതുപോലെ ആന്തോസയാനിൻസും. അതുപോലെ ആൽക്കലോയിഡ് ആയിട്ടുള്ള മോർഫിൻ ആൻഡ് കൊഡീൻ. മോർഫിനും കൊഡീനും ആൽക്കലോയിഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ടെർപീൻസ് എന്ന് പറയുമ്പോൾ മോണോ ടെർപീൻ, ഡൈ ടെർപീൻസ് ഒക്കെ ടെർപീൻ കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്ക് ഒരുപാട് ടെർപീൻ എന്ന് പറയുന്ന ഒരുപാട് ഇൻഡസ്ട്രികൾ, പെയിന്റ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ദെൻ എസെൻഷ്യൽ ഓയിൽ ആയിട്ടുള്ള ലെമൺ ഗ്രാസ് ഓയിൽ, ഓക്കെ, പുൽത്തൈലം എന്നൊക്കെ പറയുന്ന ലെമൺ ഗ്രാസ് ഓയിൽ. ടോക്സിൻ, വിഷമായിട്ട് ആക്ട് ചെയ്യുന്ന എബ്രിനും റെസിനും, ഓക്കെ, എബ്രിനും റെസിനും ടോക്സിക് സബ്സ്റ്റൻസിനകത്ത് വരുന്നതാണ്. ലെക്റ്റിൻസിനകത്ത് വരുന്നതാണ് കോൺകനവാലിൻ എ, ഓക്കെ, കോൺകനവാലിൻ എ ലെക്റ്റിൻസ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് കോൺകനവാലിൻ എ. അടുത്ത ഡ്രഗ്സ്, മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. വിൻബ്ലാസ്റ്റിൻ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. കുർക്കുമിന് ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ട്, മഞ്ഞളിൽ ഇത് പ്രസന്റ് ആണ്.
പോളിമെറിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള റബ്ബർ, ഗം, സെല്ലുലോസ് ഇതൊക്കെ ഏതിനകത്ത് വരും? ഈ പറയുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് കാറ്റഗറിക്കകത്താണ് വരുന്നത്. ആൻഡ് ദിസ് ടേബിൾ ഈസ് വെരി ഇമ്പോർട്ടന്റ് ടേബിൾ. നിങ്ങൾക്ക് ഇത് മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കും. സോ കറക്റ്റ് ആയിട്ട് ആ 2 കോളും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ഏത് കാറ്റഗറിയാണ് വരുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ട് ഈ ടേബിൾ പഠിക്കാതെ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ ഈ ടേബിൾ. യെസ്, ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് പ്രയാസമൊക്കെ തോന്നുമെങ്കിലും പഠിച്ചെടുത്തേ പറ്റൂ. നൗ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ള എൻസൈംസ്. എന്താണ് എൻസൈംസ്? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്, ബയോകെമിക്കൽ പ്രോസസ്സുകൾ. ഈ പ്രോസസ്സുകൾക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ, കാറ്റലിസ്റ്റുകളെയാണ് നമ്മൾ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. സോ ഒരു എൻസൈമിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു എൻസൈമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എൻസൈം എന്തിലാണോ ആക്ട് ചെയ്യുന്നത് അതിനെയാണ് സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. സോ സപ്പോസ് ദിസ് ഈസ് എൻസൈം, ഇതാണ് എൻസൈം എന്ന് വിചാരിക്കുക. അപ്പോൾ ദിസ് ഈസ് എൻസൈം, ഇതിലേക്ക് ഒരാൾ വരികയാണ്, ദാറ്റ് ഈസ് കോൾഡ് സബ്സ്ട്രേറ്റ്. ഈ ആദ്യം എൻസൈമിന്റെ അടുത്തേക്ക് ആര് വരും? സബ്സ്ട്രേറ്റ് വരും. എന്നിട്ട് ഈ സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഈ സബ്സ്ട്രേറ്റ് വന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കും. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് ഒന്നായി. സോ അതിനെയാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. സോ ദിസ് ഈസ് കോൾഡ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അതിനുശേഷം ഈ എൻസൈം നമ്മുടെ സബ്സ്ട്രേറ്റ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. സോ സബ്സ്ട്രേറ്റ് വിൽ ബിക്കം, ഓക്കെ, സബ്സ്ട്രേറ്റ് അവിടെ ഇരുന്നുകൊണ്ട് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ സബ്സ്ട്രേറ്റ് എന്തായിട്ട് മാറി? പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പൊ ദാറ്റ് ഈസ് കോൾഡ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പ്രോഡക്റ്റിന്റെ ഷേപ്പ് അവിടെ ഫിറ്റ് ആകുന്നില്ല അല്ലെ? കറക്റ്റ് ആയിട്ട് ആ സൈറ്റിന്, ആ ഇരിക്കുന്ന ആ ഷേപ്പ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആക്റ്റീവ് സൈറ്റിലേക്ക് അതങ്ങോട്ട് ഫിറ്റ് ആകുന്നില്ല കറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ്. അപ്പൊ പ്രോഡക്റ്റ് അവിടെ നിന്ന് ഇളകി പോകും. സോ പ്രോഡക്റ്റ് വിൽ ഗോ ഔട്ട്, ഇറങ്ങി പോടാ അല്ലെ? സോ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? അവിടുന്ന് പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? അത് എൻസൈമും പ്രോഡക്റ്റും വെവ്വേറെ ആയിട്ട് മാറി. വീണ്ടും ആക്റ്റീവ് സൈറ്റ് ഫ്രീ ആയി, അടുത്ത സബ്സ്ട്രേറ്റ് വരുന്നു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആവുന്നു, എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആവുന്നു, എന്നിട്ട് പ്രോഡക്റ്റ് ഇളകി പോകുന്നു. സോ ഇങ്ങനെയാണ് എൻസൈം പ്രവർത്തിക്കുന്നത്. സോ ഈ ഒരു രീതിയെ നമ്മൾ ലോക്ക് ആൻഡ് കീ മോഡൽ എന്നാണ് ഈ ഒരു പ്രവർത്തനത്തെ, ഈ ഒരു രീതിയെ നമ്മൾ പറയാറുള്ളത്. എന്നാൽ എൻസൈമിന്റെ പ്രവർത്തനം നമ്മൾ പറയാനായിട്ട് മറ്റൊരു ഗ്രാഫ് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ഗ്രാഫ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെ കടന്നു പോകണം. സോ ഒരിക്കലും സബ്സ്ട്രേറ്റ് നേരിട്ട് പ്രോഡക്റ്റ് ആകില്ല. സബ്സ്ട്രേറ്റ് ആദ്യം ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ്, ഭയങ്കര എനർജി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പൊ ആ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് വരും. എന്നിട്ട് ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്നാണ് ഏതിലേക്ക് പോകുന്നത്? പ്രോഡക്റ്റിലേക്ക് പോകുന്നത്. സോ സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തിയിട്ടാണ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത്രയും എനർജി അത് അബ്സോർബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ് എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. സോ അത്രയും ആക്ടിവേഷൻ എനർജി കിട്ടിയാലേ സബ്സ്ട്രേറ്റിന് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആവാൻ പറ്റൂ. ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തിയാലേ അതിന് പ്രോഡക്റ്റ് ആവാൻ പറ്റുള്ളൂ. സോ ഇറ്റ് റിക്വയർ ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക എന്നതാണ് എൻസൈമിന്റെ പ്രവർത്തനം. നോക്കൂ, എൻസൈം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ ചേഞ്ച് ആയി, കണ്ടോ? അപ്പോൾ ആക്ടിവേഷൻ എനർജി നോക്കൂ, ഇത്രയും കുറഞ്ഞു കിട്ടി, വളരെ ചെറുതായി കിട്ടി. സോ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കുറയ്ക്കുക എന്നതാണ് എൻസൈമിന്റെ പ്രവർത്തനം. സോ ദാറ്റ് സബ്സ്ട്രേറ്റിന് വേഗം തന്നെ എന്തായിട്ട് മാറാൻ സാധിക്കും? പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ സാധിക്കും. സോ ഇങ്ങനെ ഒരു ഗ്രാഫ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ദിസ് ഈസ് വിത്തൗട്ട് എൻസൈം ആൻഡ് ദിസ് ഈസ് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. സോ ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം വരുമ്പോൾ വാല്യൂ കുറയും, വിത്തൗട്ട് എൻസൈം ആണെങ്കിൽ വാല്യൂ കൂടുതലുമായിരിക്കും. സോ ഒരിക്കലും മറക്കരുത്, ഈ ഗ്രാഫ് എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്. ഈ സൈഡിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷനും ഈ സൈഡിൽ പൊട്ടൻഷ്യൽ എനർജിയും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഗ്രാഫ് നല്ലോണം പഠിച്ചു വെച്ചോളണേ. ഇനി അടുത്ത എൻസൈമിന്റെ പ്രവർത്തനത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ടും എൻസൈമിന്റെ പ്രവർത്തനത്തെ അഫക്ട് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ, പിന്നെ ടെമ്പറേച്ചർ, അടുത്തത് pH. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് pHഉം ടെമ്പറേച്ചറും. ഏതൊരു എൻസൈം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിലും അവിടെ ഒരു മിനിമം ടെമ്പറേച്ചർ വേണം. അതുണ്ടെങ്കിലേ എൻസൈം പ്രവർത്തിക്കൂ. അതുപോലെ അതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന, സഹിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ടെമ്പറേച്ചർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ എൻസൈം പ്രവർത്തിക്കില്ല, ടാറ്റ ബൈ ബൈ പറയും. ഓക്കെ, സോ ആ മിനിമം മാക്സിമം ടെമ്പറേച്ചറിന് ഇടയിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ആ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് എൻസൈം അതിന്റെ ഫുൾ ആക്ടിവിറ്റി കാണിക്കുന്നത്, ഫുൾ ഓൺ ആയിരിക്കുക നമ്മൾ പറയൂലേ. സോ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എൻസൈം ഷോസ് ഇറ്റ്സ് മാക്സിമം ആക്ടിവിറ്റി. എൻസൈം ഫുൾ ഓൺ ആയിരിക്കുന്നത്. മിക്കവാറും നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ എൻസൈമുകളും ആക്റ്റീവായി നിൽക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ
ടെമ്പറേച്ചറിലാണ്, ദാറ്റ് ഈസ് 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോഡിയിലുള്ള എൻസൈമുകളുടെ എല്ലാം ഒപ്റ്റിമം ടെമ്പറേച്ചർ. നമുക്ക് പനി വരുമ്പോൾ അത് മാക്സിമം ടെമ്പറേച്ചറിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ പനിയായി കഴിഞ്ഞാൽ പിന്നെ എൻസൈംസ് ഒന്നും വർക്ക് ആവില്ല. അതുകൊണ്ട് നമുക്ക് ക്ഷീണം വരുന്നത്, നമുക്ക് മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. So, minimum, maximum and optimum. These are the 3 temperatures. ഇതുപോലെ തന്നെ മിനിമം പി എച്ച് ഉണ്ട്, മാക്സിമം പി എച്ച് ഉണ്ട്, ഒപ്റ്റിമം പി എച്ച് ഉണ്ട്. മിനിമം പി എച്ച് എന്ന് വെച്ചാൽ അത്രയെങ്കിലും പി എച്ച് ഉണ്ടെങ്കിലേ എൻസൈം വർക്ക് ആകൂ. മാക്സിമം പി എച്ച് എന്ന് വെച്ചാൽ അതിന് എബവ് പി എച്ച് പോയി കഴിഞ്ഞാൽ എൻസൈം വർക്ക് ആകില്ല. ഒപ്റ്റിമം പി എച്ച് എന്ന് വെച്ചാൽ ആ പി എച്ചിലായിരിക്കും എൻസൈം അതിന്റെ ഫുൾ ആക്ടിവിറ്റി കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ മറ്റൊരു ഫാക്ടറാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. നമുക്ക് അറിയാം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 എൻസൈം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 8 സബ്സ്ട്രേറ്റ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 10 എൻസൈമിന് 8 സബ്സ്ട്രേറ്റിനെ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. സപ്പോസ് 10 സബ്സ്ട്രേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 10 എൻസൈം ഉണ്ടല്ലോ, 10 എൻസൈംസ് 10 സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റി. എന്റെ കയ്യിൽ 12 സബ്സ്ട്രേറ്റ് ഉണ്ടെന്ന് വിചാരിക്കോ, ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം 12 സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിലും എൻസൈമിന്റെ എണ്ണം ലിമിറ്റഡാ, 10 ഉള്ളൂ. അപ്പൊ ആ 10 എണ്ണത്തിന് 10 സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റിയിട്ടേ ബാക്കി 2 പേരെ അടുത്ത പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കൂ. അതിന്റെ അർത്ഥം ഒരു ലിമിറ്റഡ് വരെ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന അനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടി വരും. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യും, കൂടി വരും. പക്ഷേ അപ് ടു എ ലിമിറ്റ് വരെ. ആ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ആയി കഴിഞ്ഞാൽ, അതുപോലെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ 10 വരെയല്ലേ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടിയാലും റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ്ഡ് ആകില്ല. അതിന്റെ കാരണം എന്തായിരുന്നു? ബിക്കോസ് എൻസൈം എന്തായിട്ട് മാറും, ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ. ആ എൻസൈം സാച്ചുറേറ്റഡ് ആകും, നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും. പിന്നെ അയാൾ എങ്ങനെയാ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുക? സോ അതുകൊണ്ടാണ് എൻസൈമുകൾക്ക് ഒരു ലിമിറ്റഡ് വരെ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് സ്പീഡ് കൂടും. ബട്ട് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പരിധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് സ്പീഡ് ഇൻക്രീസ്ഡ് ആകില്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫും ഓർത്തിരിക്കുക. വളരെ വ്യക്തമായിട്ട് ഇവിടെ ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എവിടെ പോയി യെസ്. അപ്പൊ ഈ ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് വെലോസിറ്റിയുടെ ഏറ്റവും അത്യുന്നതിയായിട്ടുള്ള വെലോസിറ്റി, ദാറ്റ് ഇസ് കോൾഡ് വി മാക്സ്. ആ വി മാക്സിന്റെ പകുതിനെയാണ് നമ്മൾ കെ എം, അപ്പോഴുള്ള കോൺസെൻട്രേഷൻ ആണ് കെ എം, മിഷേൽസ് കോൺസ്റ്റന്റ് എന്ന് പറയും. കെ എം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ദിസ് ഈസ് ദ മാക്സിമം വെലോസിറ്റി വി മാക്സ്. അതിന്റെ പകുതി ഉള്ള കോൺസെൻട്രേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെ എം എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. കെ എം, ദാറ്റ് ഈസ് മിഷേൽസ് കോൺസ്റ്റന്റ് അഥവാ കെ എം എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയൊന്നും ഓർത്തിരുന്നുള്ളൂ കേട്ടോ. ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു. ഇനി എൻസൈമിന്റെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നവരാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ ഇതാണ് എൻസൈം, നമ്മൾ നേരത്തെ വരച്ചതുപോലെ. ദിസ് ഈസ് എൻസൈം ആൻഡ് ഇതിലേക്ക് വരാനുള്ള സബ്സ്ട്രേറ്റ് ഇതാണ്. പക്ഷേ നമുക്ക് വേറൊരു ഇൻഹിബിറ്റർ ഉണ്ട്. ആ ഇൻഹിബിറ്ററിന്റെ ഷേപ്പ് ഇതാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സബ്സ്ട്രേറ്റ് വന്നിരിക്കുന്നതിന് മുന്നേ തന്നെ ഇവൻ കയറി ഇവിടെ വന്നിരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. രണ്ടുപേരും തമ്മിൽ മത്സരമാണ്. ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മത്സരമാണ്. അപ്പൊ അങ്ങനെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ട്രേറ്റിന്റെ അതേ ഷേപ്പിലാണ് നമ്മുടെ ഇൻഹിബിറ്റർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിൽ വരുന്നതിന് മുന്നേ തന്നെ ഇൻഹിബിറ്റർ അവിടെ നിന്ന് ഒക്കുപ്പൈ ചെയ്യുകയും സബ്സ്ട്രേറ്റിന് പിന്നെ അങ്ങോട്ട് വരാനോ പിന്നെ പ്രോഡക്റ്റ് ആകാനോ ഒന്നും പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് വിളിക്കുന്നത്. ഈ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഒരു എക്സാമ്പിൾ ആണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അവിടുത്തെ സബ്സ്ട്രേറ്റ് സക്സിനേറ്റ് ആണ്. പക്ഷേ സക്സിനേറ്റിന്റെ അതേ ഷേപ്പാണ് മെലനേറ്റ് എന്ന് പറയുന്ന ഇൻഹിബിറ്ററിന്. അപ്പൊ മെലനേറ്റ് അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സക്സിനേറ്റ് പിന്നെ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻസൈമിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. എൻസൈമുകളെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് 6 ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്സിഡോ റിഡക്ടേസ് എൻസൈം അഥവാ ഡീഹൈഡ്രോജനേസ് എൻസൈം, ട്രാൻസ്ഫറേസസ് എൻസൈം, ഹൈഡ്രോളൈസസ് എൻസൈം, ലയേസസ് എൻസൈം, ഐസോമെറൈസസ് എൻസൈം ആൻഡ് ലിഗേസസ് എൻസൈം. ഇങ്ങനെ 6 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നഹി ഇപ്പോൾ ഉള്ളതേ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് മാത്രം നമുക്ക് പഠിക്കാം അല്ലെ. സോ തൽക്കാലം നിങ്ങൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മതി. സോ അതിൽ ആദ്യത്തേത് ഓക്സിഡോ റിഡക്ടേസ് എൻസൈം. ഓക്സിഡോ റിഡക്ടേസ് എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിനെ സഹായിക്കുന്ന എൻസൈം. അത്രേ ഉള്ളൂ. ആ പേരിൽ നിന്ന് പഠിക്കുക, അതാണ് എളുപ്പം. ഓക്സിഡേഷനെയും റിഡക്ഷനെയും സഹായിക്കുന്ന ഓക്സിഡോ റിഡക്ടേസ് എൻസൈം. ഇപ്പൊ ഉദാഹരണത്തിന് എസ് ഇവിടെ റെഡ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. ആ റെഡ്യൂസ്ഡ് ആയിരിക്കുന്ന എസിനെ ഓക്സിഡൈസ് ചെയ്തു. എസ് ഡാഷ് ഇവിടെ ഓക്സിഡൈസ് ചെയ്തിരിക്കുന്നു, അയാളെ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒരാളെ ഓക്സിഡൈസ് ചെയ്യാനും ഒരാളെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്ന എൻസൈമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡോ റിഡക്ടേസ് എൻസൈം എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തേത് ഏതാ? രണ്ടാമത്തെന്ന് പറയുന്നത് ട്രാൻസ്ഫറൈസസ് എൻസൈം. അതായത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കുന്നു, ഒരാളെ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കുന്നു. ഇപ്പൊ എസിന്റെ കൂടെയാണ് ജി ഇരിക്കുന്നത്.
അപ്പോൾ എസ് ഡാഷ് വന്നിട്ട് ചോദിക്കും എനിക്ക് ജി എ തരുമോ, എനിക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരുമോ ജി എ. ഓഫ് കോഴ്സ് എസ് ഡാഷിന്റെ കൂടെ ജി എ ട്രാൻസ്ഫർ ചെയ്തിട്ട് എസിനെ നമ്മൾ ഒറ്റയ്ക്കാക്കി. കണ്ടോ, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. സോ ഒരാളെ മറ്റൊരാളേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന എൻസൈമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫറൈസസ് എൻസൈം എന്ന് വിളിക്കുന്നത്. അടുത്ത ഹൈഡ്രോളൈസസ് എൻസൈം. ഹൈഡ്രോളൈസിസ് എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് പൊട്ടിക്കുക. ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്ന എൻസൈമുകളെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈമുകളെയാണ് ഹൈഡ്രോളൈസസ് എൻസൈംസ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി നമുക്ക് പഠിക്കാനുള്ള ലയേസസ് എൻസൈം. ലയേസസ് എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ കാർബണിന്റെ കൂടെ ഒരു എക്സും ഇവിടെ ഒരു എക്സും ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബോണ്ടിനെയും പൊട്ടിച്ചിട്ട് ഇവർക്കിടയിൽ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എക്സിനെയും വൈനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തിട്ട് ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എൻസൈമുകളെയാണ് നമ്മൾ ലയേസസ് എൻസൈംസ് എന്ന് വിളിക്കുന്നത്. ലയേസസ് എൻസൈം. അടുത്ത് നമ്മൾ പഠിക്കുന്ന മറ്റൊരു എൻസൈമാണ് ഐസോമെറൈസസ് എൻസൈം. പേര് തന്നെ ഉണ്ട് അതിനകത്ത് കാര്യം. ഐസോമെറൈസസ്, ഒരു ഐസോമെറിക് ഫോമിനെ മറ്റൊരു ഐസോമെറിക് ഫോം ആക്കി മാറ്റുക. ഇപ്പൊ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കി മാറ്റുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഐസോമെറിക് ഫോമിനെ മറ്റൊരു ഐസോമെറിക് ഫോം ആക്കി മാറ്റുന്ന എൻസൈമുകളെയാണ് ഐസോമെറൈസസ് എൻസൈം എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് ലിഗേസസ് എൻസൈം. ലിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ബോണ്ട് ഉണ്ടാക്കുക എന്നാണ്. സോ ലിഗേസസ് എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമുകളെയാണ് ലിഗേസസ് എൻസൈം എന്ന് വിളിക്കുന്നത്. രണ്ട് ആൾക്കാരെ പരസ്പരം ലിങ്ക് ചെയ്യാൻ, ബോണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈമുകളെയാണ് നമ്മൾ ലിഗേസസ് എൻസൈംസ് എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ ദ 6 ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അല്ലെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദാറ്റ് ഇസ് കോഫാക്ടേഴ്സ്. എന്താണ് കോഫാക്ടേഴ്സ്? നമുക്കറിയാം ഒരു എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസ് ആണ്. പക്ഷെ എൻസൈമിന്റെ പ്രോട്ടീൻ മാത്രമല്ല അതിനകത്തുള്ളത്, പ്രോട്ടീൻ പോർഷനും ഉണ്ട്, പ്രോട്ടീൻ അല്ലാത്ത ഭാഗവും അതിനകത്തുണ്ട്. സോ ഇതിനകത്ത് പ്രോട്ടീൻ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം. ഓക്കെ, സോ പ്രോട്ടീൻ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേര് അപ്പോ എൻസൈം എന്നും, നോൺ പ്രോട്ടീൻ അല്ലാത്ത ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഫാക്ടേഴ്സ്. അപ്പൊ കോഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീനകത്ത് എൻസൈമിനകത്ത് പ്രോട്ടീൻ അല്ലാത്ത ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. അപ്പൊ ഈ കോഫാക്ടർ ഇല്ലെങ്കിൽ എൻസൈം പ്രവർത്തിക്കോ? കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈം വർക്ക് ചെയ്യോ? ഇല്ല. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഇഫ് കോഫാക്ടർ ഇസ് റിമൂവ്ഡ് എൻസൈം വിൽ നോട്ട് വർക്ക്. എൻസൈമിന്റെ കാറ്റലറ്റിക് ആക്ടിവിറ്റി അതോടെ സ്വാഹ, ഇല്ലാതെയായി. ഓക്കെ, സോ ഓർത്തിരിക്കുക കേട്ടോ. സോ എൻസൈം പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? കോഫാക്ടർ വേണം. ഈ കോഫാക്ടേഴ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, 2 കോ എൻസൈം, 3 മെറ്റൽ അയോൺസ്. ആദ്യം നമുക്ക് പ്രോസ്തെറ്റിക് ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ഗ്രൂപ്പ് ആണ്. പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. ചില ഫ്രണ്ട്സ് പോലെയാണ്. നമുക്കൊരു കല്യാണമൊക്കെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ 1 മാസം മുന്നേ വീട്ടിൽ വരും. ഭയങ്കര അത്ര ടൈറ്റ്ലി ബൗണ്ടഡ് ആണ്. അപ്പൊ അങ്ങനെ ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പെറോക്സിഡൈസ് എൻസൈമിലും കാറ്റലൈസ് എൻസൈമിലും ഹീം എന്ന് പറയുന്ന ആളാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അവന്മാർ എപ്പോഴും അവിടെ തന്നെ ചങ്കും കരളും പോലെ അവിടെ തന്നെ കാണും. കാര്യം കഴിഞ്ഞാലും പോകത്തൊന്നുമില്ല, ഹെൽപ്പ് ചെയ്യാൻ അവിടെ കൂടെ എപ്പോഴും ഉണ്ടാകും. സോ അതാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ്. സോ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഓർഗാനിക്കും ആയിരിക്കും, അതുപോലെ ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. എക്സാമ്പിൾ ഹീം ആണ്, മറക്കരുത്, ഹീം. അടുത്തതാണ് രണ്ടാമത് നമ്മൾ പഠിക്കുന്നതാണ് കോ എൻസൈംസ്. കോ എൻസൈംസും ഓർഗാനിക് തന്നെയാണ്, ദേ ആർ ഓൾസോ ഓർഗാനിക്. പക്ഷേ അത്ര എന്താ പറയുക ഭയങ്കര ടൈറ്റ്ലി ബൗണ്ടഡ് എന്ന് വെച്ചാൽ അല്ല. ഓക്കെ, അതൊരു ട്രാൻസിയന്റ് മാത്രമാണ്, അതായത് വരുന്നു, സഹായിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ചില ബന്ധുക്കളെ പോലെ അല്ലെ, ആ കല്യാണത്തിന്റെ അന്ന് വരും, തലയൊക്കെ കാണിച്ചിട്ട് ഒരു മുങ്ങലങ്ങ് മുങ്ങും, അത്രേ ഉള്ളൂ. സോ അതാണ് കോ എൻസൈംസ്. കോ എൻസൈംസിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ NADP-യിലൊക്കെയുള്ള വൈറ്റമിൻ നിയാസിൻ കണ്ടന്റ് ആയിട്ടുള്ള NAD, NADP ഒക്കെ ഇതുപോലെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? കോ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കോ എൻസൈംസ് ആയിട്ട്. ഓക്കെ, അടുത്ത ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെറ്റൽ അയോൺസ്. അവർ ഇനോർഗാനിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞാൽ നമുക്ക് കാർബോക്സി പെപ്റ്റിഡേസ് എൻസൈമിനകത്ത് സിങ്ക് 2+ ഉണ്ടല്ലോ, അതാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മെറ്റൽ അയോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അവർ ഇനോർഗാനിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓർഗാനിക് മറ്റ് 2 പേരാണ്, ഇവന്മാര് ഇനോർഗാനിക് ആയിരിക്കും. സിങ്ക് 2+ ആൻഡ് കാർബോക്സി പെപ്റ്റിഡേസ് എൻസൈം ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. കഴിഞ്ഞു മക്കളെ. സോ ഇത്രയേ ഉള്ളൂ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ 1 അവർ പോലും എടുത്തില്ല. ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി, ഫുൾ മാർക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. സോ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ടോപ്പിക്സ് ക്ലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കാണുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ ആ ടോപ്പിക്ക് മാത്രമായിട്ട് നമുക്ക് പറ്റാവുന്ന വീഡിയോസ് ഒക്കെ ചെയ്തിടാം കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കൂ, സൂപ്പർ ആയിട്ട് പഠിക്കൂ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഇനിയിപ്പോ നമുക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ്, 10 days ചലഞ്ച് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. സോ ആ ലൈവുകളിലും മാരത്തോൺ ലൈവുകളിലും ഒക്കെ നിങ്ങൾ പങ്കെടുക്കണം, സൂപ്പർ ആയിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ടിൽ ദെൻ ബൈ.